Hello guys, welcome to our YouTube channel. പിന്നെ എന്റെ വൈഫ് എല്ലാവരും ഞങ്ങളുടെ കല്യാണം പ്ലാൻ ചെയ്യണുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയൊരു നല്ലൊരു യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇന്ന് ഭയങ്കര ഷൈ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങളൊന്ന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങക്ക് യൂട്യൂബില് അതുപോലെ ഇൻസ്റ്റാഗ്രാമില് ഇത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിനെയും പിന്നെ ഞങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരെയും ഒന്ന് ഞങ്ങളെന്താണ് അല്ലെങ്കിൽ ഞാനും എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് വരുന്നത്. ഈ ഒരു 1.5 മന്തിനുള്ളിൽ നമുക്ക് ഒരു 30K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബില് ഇടുന്ന ഷോർട്സിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, പിന്നെ ഇൻസ്റ്റയില് എല്ലാവരും തരുന്ന സപ്പോർട്ട്, അപ്പൊ അതൊക്കെ കാരണം നമുക്കും യൂട്യൂബിൽ കുറച്ച് ആക്റ്റീവ് ആവണം എന്നുള്ളൊരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്കായി തുടങ്ങി. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു താങ്ക് യു പറയാനും കൂടി ഉള്ളൊരു വീഡിയോ ആണത്. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോ ഒരു 8K എന്നൊക്കെ പറഞ്ഞ നിസ്സാരമല്ല. നമുക്കതൊരു നിസ്സാരമല്ല. എനിക്കൊന്ന് എന്നെയും ഇവിടെ എന്താ പറയാ അപേക്ഷിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് എന്ന് പറയാൻ വലിയൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പുറത്തു പോകുമ്പോഴാണെങ്കിൽ എല്ലാരും വന്ന് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വീഡിയോസ് കൊള്ളാം, നല്ലതാണ് എന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ രണ്ടുപേരും റെക്കഗ്നൈസ് ചെയ്യണം. നിങ്ങൾ ചെയ്യണ വീഡിയോസ് അടിപൊളിയാണ്, എന്താ പറയാ നല്ല നല്ല വീഡിയോസ് ഇനിയും ചെയ്യണം. ഓരോ സോങ്സ് സജസ്റ്റ് ചെയ്യണതാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോ റീലൊക്കെ അയച്ചു തരും. ഇത് ചെയ്യണം ചേട്ടാ, ചേച്ചി നിങ്ങൾ ചെയ്യണത് കാണണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമ്മള് യൂട്യൂബിലും കുറച്ച് ആക്റ്റീവ് ആവാന്ന് വിചാരിച്ചു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പറ്റണ പോലെ ഞങ്ങൾ രണ്ടുപേരും വർക്കിന്റെയും കാര്യങ്ങളുടെയും തിരക്കുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്നാൽ പോലും അതൊക്കെ ഓവർകം ചെയ്ത് ആക്റ്റീവ് ആവാന്ന് ഞങ്ങൾ വിചാരിക്കണം. അപ്പൊ നമുക്കൊരു ഇൻട്രോ പോലെയാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തേക്കണേ. അപ്പൊ മണിക്കുട്ടൻ എന്താണെന്നും ഞാൻ എന്താണെന്നും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോ എന്റെ പേര് മനു എന്നാണ്, മനു കൃഷ്ണ എന്നാണ് എന്റെ പേര്, ഫുൾ നെയിം. എന്റെ വീടെന്ന് പറയുന്നത് ശ്രീമൂലനഗരം ഹൈപ്ര കല്ലയം എന്ന് പറയും. കാലടി ആലുവ സെന്റർ കിടക്കുന്ന ഒരു ഏരിയയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ബാക്കിൽ. അപ്പോൾ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 അനിയന്മാര്, ഒരാൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്, ഒരാൾ വീടിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സ്വന്തം ഒരു സ്ഥാപനമുണ്ട്. ഞാൻ ഫ്രണ്ടും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. എന്നുവെച്ചാൽ കലാകാരമായി എനിക്ക് എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് എൻ്റെ എന്ന് പറയുന്നത് ഡാൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. കിഗ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. കാലടിയിലാണ് സ്ഥാപനം. പിന്നെ അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അതിന് മുമ്പ് മസ്കറ്റിലേക്ക് വർക്കിന് പോയായിരുന്നു. പിന്നെന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ശീലമില്ല. അപ്പം നിങ്ങളതൊക്കെ എന്തെങ്കിലും ക്ഷമിക്കണം. പിന്നെ എൻ്റെ വൈഫ് എന്ന് പറയാം, എല്ലാവരും വിചാരിക്കും ഞാൻ വൈഫ് എന്ന് പറയാൻ കാരണം ഞങ്ങൾ ലീഗലി മാരേജ് ഞങ്ങൾ കഴിഞ്ഞതാണ്. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് ഓൾറെഡി ഞാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ്. ഇപ്പൊ 1 year ആയി രജിസ്റ്റർ ചെയ്തിട്ട്. 1 year ആയി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഞങ്ങള് ആരോടും അധികം പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ രജിസ്റ്റർ കഴിഞ്ഞ കാരണം വീട്ടിൽ വെച്ചാൽ നമ്മുടെ രണ്ടുപേരുടെ വീട്ടില് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്തതെന്ന് വെച്ചാല് പുറത്തു പോകാൻ വേണ്ടിയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ആയിട്ട് കല്യാണം മതി എന്നുള്ള ഒരു പ്ലാനിങ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ലീഗലി ചെയ്തു വെച്ചത്. അപ്പൊ രണ്ടുപേരുടെ വീട്ടില് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ്. ഇനിയിപ്പം ഞങ്ങളുടെ കല്യാണം പ്ലാൻ ചെയ്യണുണ്ട്. ഞങ്ങള് ജനുവരിയിലേക്കാണ് നമ്മൾ കല്യാണം പ്ലാൻ ചെയ്യണത്. അപ്പൊ ഇനി അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മള് വേറെ വീഡിയോ ചെയ്യാം. ഇനി എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് റെനീഷ എന്നാണ്. എന്റെ വീട് കങ്ങരപ്പടി പുക്കാട്ടുപടി ആ സ്ഥലത്താണ്. പിന്നെന്താ, എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി, ഞങ്ങള് 5 പേരാണ് ഉള്ളത്. പിന്നെ ഞാൻ ഇപ്പൊ ബേസിക്കലി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ കാക്കനാട് കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജില്. ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. പിന്നെന്താ, ഇപ്പൊ ഞാനും മണിക്കൂട്ടും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4 year ആയി. ഇപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അതൊക്കെ അത് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ തീരില്ല. നമ്മള് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കുറെ പേര് നമ്മുടെ അടുത്ത് ഇപ്പോൾ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോട്ടീസ് ചെയ്യാൻ എല്ലാവരും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കണ്ട് സംസാരിക്കണു, നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറൊരു
വേറെ കാരണം ഇത്ര നാളെ ഞാൻ വീഡിയോസ് എടുക്കാനേ പോയിട്ടുള്ളൂ. ഓരോരുത്തരുടെ വീഡിയോസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ വീഡിയോസ്, എല്ലാവരും വീഡിയോസ് എടുക്കാൻ പോയി. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ആ വീഡിയോസൊക്കെ ലൈക്ക് ഇട്ട് എല്ലാവരും കണ്ട് വ്യൂസ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആൾക്കാർ കണ്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നിസ്സാരം ആൾക്കാർ കണ്ടാൽ പോലും ഒരു 10 പേര് അല്ലെങ്കിൽ ഒരാൾ പോലും പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നാണ്. കാരണം നമ്മളറിയാത്ത ഒരാൾ വന്ന് നമ്മുടെ വീഡിയോസിലൂടെ നമ്മളെ കണ്ട് പരിചയപ്പെട്ട് നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ അതാണ് ഭയങ്കര സന്തോഷം. അത് ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇതേ മാർഗ്ഗമുള്ളൂ. നമുക്ക് ഇതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ സമയത്ത് നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒരാളടുത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് അപ്പോൾ ചിലപ്പോൾ അധികം സംസാരിക്കാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് രീതി ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ മാപ്പാക്കണം, ക്ഷമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു എന്താണെന്ന് അറിയാം, അറിവില്ലായ്മ കൊണ്ടാണ്. ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ കുറച്ചുകൂടി നമ്മളെല്ലാവരോടും കുറച്ചുകൂടി മിംഗിളായിട്ട് സംസാരിക്കും. മിംഗിളാവാത്തോണ്ടല്ല കേട്ടോ, മിംഗിളായി സംസാരിക്കും. അപ്പോ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈച്ച് ആൻഡ് എവരി വൺ നമ്മുടെ വീഡിയോ കാണണതും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണതും നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കണ പോലെ പറഞ്ഞ പോലെ നിങ്ങൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഐഡിയൽ കപ്പിൾസ് ഒന്നുമല്ല. ഞങ്ങള് തല്ലുണ്ടാക്കണുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ഫാൻസ് പോലും ഉണ്ടാവില്ല. അത്രയും രീതിയിൽ ഞങ്ങൾ തല്ലുണ്ടാക്കും. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ വി ഫൈറ്റ് വി ഫിക്സ് എന്നുള്ള പറഞ്ഞ പോലെ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഫോളോ പോലും ചെയ്യില്ല. അതുപോലത്തെ വഴക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മള് നമ്മുടെ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു മാറ്റങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തന്നെ ഒരു എന്താ പറയാ വീഡിയോസിന്റെ ആണെങ്കിൽ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതെ നമ്മൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ്. ഇപ്പം ദേഷ്യം വന്നാൽ രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യം, സോഫ്റ്റ് ആണെങ്കിൽ രണ്ടുപേരും ഭയങ്കര സോഫ്റ്റ്, അങ്ങനത്തെ ഒരു രീതിയിലായതുകൊണ്ട് ഭയങ്കര രണ്ടുപേരും പറഞ്ഞാൽ ഈക്വൽ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് പെട്ടെന്ന് തല്ലുണ്ടാണ്. പക്ഷെ അപ്പൊ തന്നെ മാറും അത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. കുറച്ചൊക്കെ ചിലതൊക്കെ നമ്മൾക്ക് ഭയങ്കര വിഷമാക്കും. കാരണം നമ്മൾ പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യണില്ല. അപ്പൊ നമ്മളറിയാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യും. ചിലപ്പോ ഓരോരുത്തരുടെ രീതി, അവര് വളർന്ന രീതി, അങ്ങനെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അവരവരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ഇൻബോക്സിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര നമ്മൾ മനസ്സിലാവും. നമുക്ക് റിയാക്ട് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവും. നമ്മൾ ആരും അങ്ങോട്ട് പോയി ഒന്നും പറയാറില്ല. കാരണം നമ്മൾ നമ്മുടെ വീഡിയോസ് ചെയ്തിട്ട് നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാരും നമ്മളെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. അടിപൊളിയാണ്. അല്ല, 1-2 പേര് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറയണം. ബാക്കിയുള്ളവരെല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് പറയുന്നത് നമ്മള് ഭയങ്കര ഒരു സംഭവമായിട്ട് എന്തായാലും എടുക്കാൻ പോണില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളെ അറിയപ്പെട്ടു തുടങ്ങിയത് ഞങ്ങളുടെ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടാണ്. അത് ഞാൻ സീരിയസ്ലി പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പുനോടാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് കണ്ടിന്യൂറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു മാസം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അന്നും എന്റെ കൂട്ടുകാരൻ ധർമ്മം പറയും, എടാ നീ അടുപ്പിച്ച് വീഡിയോസ് ചെയ്യും, എപ്പോഴും വീഡിയോസ് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യാം. എനിക്ക് അവിടെ നിന്ന് ഇവിടെ അടുത്ത് വരാനൊരു ബുദ്ധിമുട്ടും ചെയ്യാൻ പറ്റുണ്ടായില്ല. ഞങ്ങൾ വീഡിയോസ് ചെയ്യലയിൽ ഭയങ്കര ശോകമായിരുന്നു. ഇവിടെ നിർബന്ധിക്കുമ്പോൾ ഞാനാണെങ്കിൽ പോലും ഭയങ്കര വർക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ലായിരുന്നു. പിന്നെ അപ്പു അന്നെടുത്ത വീഡിയോക്ക് ശേഷം അത് ഒരു 20 മില്യൺ. അത് പറയുമ്പോ ചിലര് ചോദിക്കും ഇതെന്ത് കോപ്രായം കാണിക്കണം എന്നുള്ള രീതിക്ക് ചിലര് കമന്റ്. പക്ഷെ ആക്ച്വലി മണിക്കൂട്ടൻ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും മണിക്കൂട്ടൻ അറിയാം. ഞാൻ പറയാം ഒരു മിനിറ്റ്. അതെന്താന്ന് വെച്ചാ അപ്പു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മള് ജസ്റ്റ് അവളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു രീതികളുണ്ടല്ലോ. നമ്മളെ ഒരു ഫ്രണ്ടിനെ അങ്ങനെ ചുമ്മാ കളിയാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയിൽ ചെയ്ത ഒരു സാധനമാണ്. പക്ഷെ അത് എല്ലാരും അത് അംഗീകരിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ആ ഒരു വീഡിയോ കൊണ്ട് മാത്രം റീച്ച് ആയിട്ട് ഞങ്ങള് പിന്നീട് ഞങ്ങൾ നിന്ന് അന്ന് ഇതൊന്ന് കുറച്ച് സെറ്റ് ചെയ്ത് പിടിക്കാം, ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്ന് അറിയാം എന്ന് വിചാരിച്ച് ഞങ്ങള് തുടങ്ങിയതാണ്. ഇപ്പൊ ഇത്ര ഫോളോവേഴ്സിലും യൂട്യൂബിൽ ഇത്ര ഇത് കിട്ടണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളതിന് എത്ര ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ അപ്പൂസാണെങ്കിൽ പോലും നമ്മൾ വീഡിയോ തന്നെ അപ്പൂസാണ്, അപർണ എന്ന പേര്, അപർണ ദിലീപ്. അപ്പൂസാണെങ്കിൽ പോലും അവളുടെ എത്ര വിലപ്പെട്ട നിമിഷം നമുക്ക് വേണ്ടി തരാണ്. നിസ്സാരമായ ഒരു കാര്യമല്ല ഒരാൾക്ക് വീഡിയോ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നിസ്സാരമായ ഒരു കാര്യം. നമ്മൾ ചെറുതായിട്ട് വന്ന് വെറുതെ എടുക്കാലോ, അതല്ല. അവരവരെ സമയം കളഞ്ഞ് നമുക്ക് ഒന്നും രീതിയിൽ എവിടെ നിന്നും ഒരു പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല.
അവൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രം വന്ന് നിൽക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഞാനപ്പം തമ്മിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതല്ല പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് അവൾക്ക് നമുക്ക് വേണ്ടി നിൽക്കുന്ന വെച്ചാൽ അവളും നമ്മൾ നല്ല രീതിയിൽ എത്തണം. അതുപോലെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവളെയും അതുപോലെ എത്തിക്കും. അത് നമ്മുടെ ഓരോരോ രീതികൾ കുറെ നീണ്ടുകൊണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ പിന്നെ പറയാം, അപ്പുവിന്റെ കാര്യം പിന്നെ പറയാം. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ നമ്മുടെ ലവ് സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബിന്റെ പേര് ഇപ്പൊ തലൈവ തലൈവി എന്നാണ്. ഞങ്ങൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ആ പേരൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറെ തലൈവ തലൈവി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽസ്. അപ്പൊ നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയൊരു നല്ലൊരു യൂട്യൂബ് ചാനലിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു നെയിം ഞങ്ങള് ഇടാന്നുള്ളൊരു സജഷനിലാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയേക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മൊത്തം കണ്ട് തീർക്കുമ്പോ നിങ്ങൾ ഇതുകൂടി കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സജഷനുള്ള ഒരു പേര്, നല്ലൊരു പേര് ഇടാ. നിങ്ങൾ പറയണ ഒരു നല്ലൊരു പേര് ഞങ്ങൾ നോക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലിടുന്നതാണ്. കാരണം നിങ്ങൾ തന്നൊരു സപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. എങ്ങും വലിയ രീതിക്ക് വലിയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ട്. കാരണം മറ്റുള്ളവർ ഇവരെന്ത് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ. പക്ഷെ അതല്ല, അത് അത്രയാണ്. അതൊക്കെ വലുതാണ്. ഒരു 10 പേര് നമ്മൾ അറിയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ ഒരു 30,000 പേര് അറിയണമെന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? അല്ല, അറിയണ ഒരു കാര്യമാണ്. അത്രയും പേര് ഇഷ്ടപ്പെടാന്ന് പറയണത് തന്നെ അത്ര പേര് ഇഷ്ടപ്പെടാൻ കണ്ട് സംസാരിക്കാം നിസ്സാര കാര്യമൊന്നുമല്ല. അതെല്ലാം വലിയ കാര്യം തന്നെയാ. അപ്പൊ ഞങ്ങൾ കൂടുതൽ അതെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ. ഞങ്ങൾ എല്ലാവരോടും നന്ദിയും ഞങ്ങളുടെ ഇഷ്ടവും സന്തോഷവും എല്ലാം അറിയിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണവരും നമ്മളെല്ലായിടത്തും സപ്പോർട്ട് ചെയ്യണവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോ സ്റ്റേ ട്യൂൺ. ബൈ. Thank you.